വളരെയധികം നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് എന്ന് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു. ഇവിടെ 10 വർഷക്കാലത്തെ ഭരണത്തെ കുറിച്ച് വിലയിരുത്തുമ്പോൾ കേരളത്തിലെ ഓരോ ആളും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ അവസരമാണ് ഈ മാസം 9-ാം തീയതി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ പൊതുവെ ഇപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് 3 മുന്നണികളാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് UDF-ഉം LDF-ഉം മറ്റൊന്ന് NDA-യും. പക്ഷേ ഇവിടെ നടക്കുന്നത് 2 മുന്നണികളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒന്ന് CJP ആണ്, മറ്റൊന്ന് UDF ആണ്. അതുപോലെ തന്നെ കേന്ദ്ര വർഗീയ ഫാസിസ്റ്റുകളും സംസ്ഥാന വർഗ ഫാസിസ്റ്റുകളും തമ്മിൽ ഒരു ഒത്തൊരുമയോട് കൂടിയാണ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ സൂചിപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭരണമാണ്, അവരെ സംരക്ഷിക്കുന്ന ഒരു ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത്. അത് ആഭ്യന്തര വകുപ്പ് അതിന്റെ പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ മുഖ്യമന്ത്രിയെ വിമർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു രാഹുൽ ഗാന്ധി ഒരു സാധാരണ പ്രവർത്തകന്റെ വിവരം പോലും ഇല്ലാത്ത ഒരാളാണെന്ന്. പക്ഷേ രാഹുൽ ഗാന്ധി ഇവിടെ ഇന്ത്യൻ പാർലമെന്റിലും പുറത്തും വർഗീയ ഫാസിസ്റ്റുകൾക്കെതിരെ നരേന്ദ്രമോദിക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചപ്പോൾ, വോട്ട് ചോരി അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെതിരെ ഒരു അക്ഷരം പോലും ഇന്നുവരെ മിണ്ടിയിട്ടില്ല. അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തെ വാഴ്ത്തി പാടുന്നവർ പറയുന്നവരെ അദ്ദേഹം ഒരു ഇന്ത്യ മുന്നണിയുടെ നേതാവാണെന്നാണ്. പക്ഷേ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി അദ്ദേഹം ഇതുവരെ ഇന്ത്യ മുന്നണി രൂപീകരിച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു വാക്ക് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിയെ വിമർശിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്. എങ്ങനെ വിമർശിക്കാതിരിക്കും? നരേന്ദ്രമോദിയും BJPയും പ്രതിപക്ഷത്തുള്ള മുഴുവൻ നേതാക്കളെയും, ഉന്നതരായ നേതാക്കളെ മുഴുവനായി വേട്ടയാടുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും കുടുംബത്തിനുമെതിരെ വന്ന നിരവധി ആരോപണങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും അന്വേഷണവും നടത്തുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചത്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് അങ്ങനെ ഒരുപാട് എത്ര പറഞ്ഞു തീരാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട് BJPയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. സ്വന്തം മന്ത്രിസഭയിലെ അംഗങ്ങളെയും ഘടകകക്ഷി നേതാക്കളെയും പാർട്ടി CPM-ന്റെ നേതാക്കളെ പോലും അറിയാതെ ഡൽഹിയിൽ പോയി തലയിൽ മുണ്ടിട്ട് രഹസ്യമായി മോദിയെയും അമിത്ഷായെയും കണ്ടുകൊണ്ട് PM ശ്രീയിൽ ഒപ്പിട്ട് വന്ന് ക്യാബിനറ്റിൽ ചർച്ച നടത്തുകയാണ്. ക്യാബിനറ്റ് മന്ത്രിമാർ കൂടിയിട്ട് ചർച്ച നടത്തുന്നു. ഈ പദ്ധതിയിൽ ഒപ്പിടാൻ പാടില്ല എന്ന് ചർച്ച നടത്തുമ്പോൾ ഒപ്പിട്ട് വന്നുകൊണ്ട് ഒരു ലക്ഷ്യമില്ലാതെ സ്വന്തം മന്ത്രിസഭ അംഗങ്ങളെയും ഘടകകക്ഷികളെയും പൊതുവെ കേരളത്തെയും പോലും വഞ്ചിച്ചുകൊണ്ട് നിന്ന് BJPക്ക് വേണ്ടി കൊയിലൂത്ത് നടത്തുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്തായാലും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കൊണ്ട് തന്നെ എല്ലാവരും അദ്ദേഹത്തോട് കടക്ക് പുറത്ത് എന്ന് പറയാനുള്ള ഒരു അവസരമാണ് വന്നിരിക്കുന്നത്. അത് UDF-ന്റെ ആളുകൾ മാത്രമല്ല, എല്ലാ ഇടതുപക്ഷത്തുള്ള CPM-ന്റെ നല്ലവരായ ഒരു വിഭാഗം ആളുകളും അദ്ദേഹത്തിനോട് കടക്ക് പുറത്ത് എന്ന് പറയാനുള്ള അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുള്ള. എത്രയോ കാര്യങ്ങൾ ഭരണത്തെ കുറിച്ച് പറയാനുണ്ട്. ഇവിടെ മുദ്രാവാക്യം വിളിച്ചാൽ വധശ്രമത്തിന് കേസെടുക്കുന്നു, കരിങ്കൊടി കാണിച്ചാൽ ICUവിൽ അഡ്മിറ്റ് ആകുന്ന മന്ത്രിമാരാണ്. ഇത്രയും കഴിവും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യത്തിൽ CPM-കാർക്ക് പോലും ഒരു യാതൊരു സംശയവുമില്ല. അതുപോലെ ഓരോ ദിവസവും ഭരണത്തെ കുറിച്ചുള്ള തെറ്റായ പ്രവണതകളെ കുറിച്ച് ചർച്ചകൾ വരുമ്പോൾ ഓരോ ദിവസവും അവർ പുതിയ ഓരോ ലക്ഷങ്ങൾ കോടികളും ചെലവഴിച്ചുകൊണ്ട് ഓരോരോ PR വർക്കുകൾ നടത്തുകയാണ്, കള്ളപ്രചരണങ്ങൾ നടത്തുകയാണ്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ ദിവസം പുതിയ സംഭവങ്ങൾ കോടികൾ ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് മാധ്യമങ്ങളെ വിലക്കെടുത്തുകൊണ്ട് അവർ പ്രചരിപ്പിക്കുന്നു. യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷേ ജനങ്ങളുടെ വീടുകളിൽ നടക്കുന്ന വിലക്കയറ്റം പോലുള്ള, കറണ്ട് ചാർജ് പോലുള്ള, നികുതി ഭാരം അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് ജനങ്ങളോട് എന്തെല്ലാം പറഞ്ഞാലും അവർ ഒരിക്കലും ആ കാര്യങ്ങൾ മറക്കാൻ സാധ്യതയില്ല. കാരണം അവനവന്റെ വീടുകളിൽ ഓരോ ദിവസം നടക്കുന്ന കാര്യങ്ങളാണ്. അവർ എന്തെല്ലാം പ്രചരണങ്ങൾ നടത്തിയാലും അത് ജനങ്ങൾ ചവിട്ടി പുറത്താകും, കടക്ക് പുറത്ത് എന്ന് പറയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജാതിമത വർഗീയ വിഘടന, ശിഥിലീകരണ, ഇടതുപക്ഷ പിന്തിരിപ്പനും പ്രതിലോമ ഫാസിസ്റ്റ്, ചിത്ര, ദുഷ്ട, കപട മതേതരവാദികൾക്കും ശക്തികൾക്കുമെതിരെ അതിശക്തമായ പോരാട്ടത്തിന് ശേഷം ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ ഒരു കടലായി, കടൽ തിരമാലയായി, പ്രവാഹമായി, ഒരു കൊടുങ്കാറ്റായി UDF മിന്നും വിജയം നേടും. അതിനുവേണ്ടി കേരളത്തിലെ മുഴുവൻ UDF സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് UDF.